ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫെയറി ടെയിൽ ക്രാഫ്റ്റ്. ഫെയറി ക്രാഫ്റ്റ്. എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയല്ലോ ഗൈസ്. നമ്മുടെ ചാനലിൻ്റെ പേര് നമ്മൾ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഫെയറി ടെയിൽ യൂണിക്കോൺ എന്നാണല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കുറച്ച് ലോങ് അല്ലേ. ഞാനിപ്പോൾ ആരുടെത്തേലും യൂട്യൂബ് ചാനലുണ്ട്, പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ഫെയറി ടെയിൽ യൂണിക്കോൺ എന്ന് പറയുമ്പോൾ ഈ കോഴി പിന്നെ യൂണിക്കോൺ എന്ന് പറയുമ്പോൾ കുറച്ച് ലോങ് ആണല്ലോ. അപ്പോൾ അതൊന്ന് ഷോർട്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫെയറി ക്രാഫ്റ്റ് എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എൻ്റെ ചാനലിൻ്റെ പേര് എന്നുള്ളത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതവിടെ കട്ടെ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ആണ്. ഒരുപാട് പേര് കമൻസിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു തരുന്ന ഒരു കമൻറ്റാണ് അത് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വിചാരിച്ചു ഓക്കെ, അത് വെച്ചിട്ട് തന്നെ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് നെയിം സ്ലിപ്പാണ്. ഞാൻ A4 ഷീറ്റ് വെച്ചിട്ടാണ് നെയിം സ്ലിപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇത് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഈസിയാണ്. നമുക്കിഷ്ടമുള്ള തീമിൽ ഇപ്പോൾ കാർട്ടൂൺ ക്യാരക്ടർ ബേസ്ഡിലൊക്കെ നെയിം സ്ലിപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ബേസ് ചെയ്തിട്ടുള്ള തീമൊക്കെ നമുക്ക് ജസ്റ്റ് പിൻട്രസ്റ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. എനിക്ക് അങ്ങനെ ഒരു കാർട്ടൂൺ ക്യാരക്ടർ അല്ല ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള മിനിമലായിട്ടുള്ള വേറെ എന്തെങ്കിലുമൊക്കെ ഡിസൈനാണ് ഞാനിവിടെ ചെയ്യും. കുറച്ചും കൂടെ സാധനങ്ങൾ ആഡ് ചെയ്തിട്ട് ചെയ്യാനായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ ആഡ് ചെയ്ത് വരുന്ന സമയത്ത് വീഡിയോ ഭയങ്കര അങ്ങ് ലോങ് ആയി പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കൊരു പാർട്ട് 2 ആയിട്ട് ഇത് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റിൻ്റെ ഒരു പാർട്ട് 2 ആയിട്ട് തന്നെ ചെയ്യാം. നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത്. അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് നല്ല രീതിയിൽ ഉണ്ടാവും. പിന്നെ ഗൈസ്, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എനിക്കറിയാം. നമുക്ക് 2K സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. പലരും എനിക്ക് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. അവർക്കൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ റിപ്ലൈയും കൊടുക്കാറുണ്ട്. ഈ ഒരു വീഡിയോ ശരിക്കും ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചൊരു വീഡിയോ ആണ്. പക്ഷെ ഇന്നലെ വീഡിയോ എടുത്ത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്യാനുള്ളൊരു ടൈം എനിക്ക് കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഇന്ന് രാവിലെയാണ് ഞാനത് എഡിറ്റ് ചെയ്തിട്ട് വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ട് ഇന്ന് ഈവനിങ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു നെയിം സ്ലിപ്പ് ഉണ്ടാക്കുന്നതിന് ഒരു ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് വലിയ രീതിയിലുള്ള റീച്ചും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഞാൻ അതിൽ ലോങ് വീഡിയോയിലും കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനൊരു 6 നെയിം സ്ലിപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പെൻസിലുകൊണ്ട് ആദ്യം വരച്ചു. പിന്നെ അതിൻ്റെ മുകളിലൂടെ ഒരു ബ്ലാക്ക് ഇങ്ക് വെച്ച് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഔട്ട്ലൈനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കളറിംഗ് ആണ് വരുന്നത്. കളറിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. ഇന്നലെ ഞാൻ ചെയ്ത നെയിം സ്ലിപ്പിലും ഒരു ടുലിപ്സ് വെച്ചിട്ടുള്ള ഒരു മോഡൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ടുലിപ്പ് വേണ്ടാന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എന്നാലും എവിടെയെങ്കിലും ഒരു 2-3 ടുലിപ്പ് വെച്ചിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനമല്ല. അതുകൊണ്ട് ഞാനൊരു ടുലിപ്സ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ചെറിയൊരു നെയിം സ്ലിപ്പ് മോഡൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ തന്നെ ചെയ്യുന്ന നെയിം സ്ലിപ്പ് ആകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മോഡൽ തന്നെ ചെയ്യാമല്ലോ. മറ്റേത് നമുക്ക് ഭയങ്കര കൺഫ്യൂഷനും അല്ലെങ്കിൽ ഭയങ്കര ഇടങ്ങേറൊക്കെ അല്ലേ. നമ്മൾ വിചാരിച്ചൊരു രീതിയിലുള്ള ആ ഒരു തീമിലുള്ള നെയിം സ്ലിപ്പൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് വല്ല കാറോ ബൈക്കോ അങ്ങനത്തെയൊക്കെ ആയിരുന്നു അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊന്നും എനിക്കന്ന് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത സംഭവങ്ങളായിരുന്നു. ഇതൊക്കെ ഞാൻ അന്ന് ചെയ്യാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അന്ന് ഞാനൊരു താജ്മഹൽ തന്നെ പണിതിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം കുറച്ച് ലേറ്റ് ആയിട്ടല്ലേ കിട്ടുള്ളൂ. എന്തായാലും ഇത്രയ്ക്ക് ലേറ്റ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് എനിക്ക് വലിയ ഉപകാരമൊന്നുമില്ല. ഇത് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ അല്ലേ എനിക്കിത് വേണം. ഇത് കഴിഞ്ഞിട്ട് ഓള് പറഞ്ഞു എനിക്ക് ഇനി ഒരു 4 കൂടി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോള്. അങ്ങനെ ഓള് പറയണതെല്ലാം നമ്മൾ കേൾക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അതൊന്നും ഞാൻ ചെയ്യില്ല, ഞാൻ 6 ചെയ്യുള്ളൂ. പിന്നെ ഞാൻ ഷോർട്സ് എടുത്തപ്പോൾ ഞാൻ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ അതൊക്കെ ഞാൻ ഓൾറെഡി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കളറിങ് ചെയ്യാൻ നേരത്തെ എൻ്റെ മൈൻഡിൽ കുറേ ഒരു കണക്ക് കൂട്ടലൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഇന്ന കളർ വേണം, ഇന്ന തീം വേണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഈ കളറും കൂടെ അവൈലബിൾ ആവണ്ടേ. അതെൻ്റെ കയ്യിലില്ല. ഈ പേസ്റ്റൽ കളർ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. യൂസ് ചെയ്ത് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഒരാവശ്യമില്ലാതെ വെറുതെ ഇരിക്കുമ്പോഴും കളർ വെച്ച് ഇങ്ങനെ ബുക്കിൽ ഇങ്ങനെ വരയുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ട് എനിക്ക്. അങ്ങനെ വെച്ചിട്ട് തന്നെ ഒരുപാട് കളർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊക്കെ പുതിയത് മേടിച്ചിട്ട് വേണം. കളറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ നെയിം, റോൾ നമ്പർ, ക്ലാസ്, സബ്ജക്റ്റ് ഇതൊക്കെ എഴുതാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ലൈനും കൂടെ ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ എഡ്ജസിലൂടെ തന്നെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഒരു സ്ക്വയർ അല്ലാതെ അതെങ്ങനെയാണ് ആ ഒരു നെയിം സ്ലിപ്പിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ വരുന്നത് ആ ഒരു രീതിയിലാണ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നെയിം സ്ലിപ്പെല്ലാം ഞാൻ സെറ്റാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നെയിം സ്ലിപ്പിൻ്റെ ആ ഒരു തീം വന്നിട്ട്. അപ്പോൾ ഇതൊക്കെ എന്തായാലും ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത ഫോട്ടോസ് നമുക്ക് ഇൻസ്റ്റയിൽ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ ചാനലിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇതെന്നൊക്കെ പറഞ്ഞാൽ ഇന്നലെ ഞാൻ ചെയ്തിട്ടുള്ള നെയിം സ്ലിപ്പാണ്. ഇന്നലെ ഞാൻ ചെയ്തതിൽ അവൾ അപ്പം തന്നെ അതിൽ നെയിം, ക്ലാസ്സൊക്കെ എഴുതിയിട്ടുണ്ട്. ചിലതൊക്കെ അവൾ തല തിരിച്ചാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെ നെയിം സ്ലിപ്പിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് സ്കെയിലാണ്. സ്കെയിലിന് വേണ്ടി ഞാൻ A4 ഷീറ്റ് അല്ല യൂസ് ചെയ്തിട്ടുള്ളത്, ഐവറി ഷീറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഐവറി ഷീറ്റ് എന്ന് പറയുമ്പോൾ A4 ഷീറ്റിനെക്കാട്ടിലും കുറച്ചും കൂടെ ഒരു കട്ടി വരുന്നുണ്ടാവും.
നിങ്ങളുടെ കയ്യിൽ ഐവറി ഷീറ്റ് അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ A4 ഷീറ്റ് മടക്കി അത്യാവശ്യം ഒന്ന് കട്ടിയാക്കി എടുത്താലും മതി. ഈ ഐവറി ഷീറ്റ് ഞാൻ കട്ടി കുറവാകുമെന്ന് വിചാരിച്ചിട്ട് അതും ഞാനൊന്ന് മടക്കിയിട്ട് 2 എണ്ണമായി ഒട്ടിച്ച് കൊടുത്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ദെൻ നമ്മളൊരു സ്കെയിൽ എടുക്കുക. ഞാൻ 15 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിലാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു സ്കെയിലിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റിൽ നമ്മളൊന്ന് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് 0 to 15 വരെയുള്ള നമ്പേഴ്സ് ഒക്കെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വരുന്ന 1 2 3 4 അങ്ങനെ ചെറിയ പോയിൻറ്റ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ, ആ പോയിൻറ്റ്സും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത് ഇങ്ങനൊരു ബുദ്ധിയൊന്നും എന്താണെന്ന് എനിക്ക് അന്ന് തോന്നാഞ്ഞത് എന്നാണ്. എനിക്കേ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങളെങ്കിലും ചെയ്യുക ഗൈസ്. പറഞ്ഞിട്ട് കാര്യമല്ല. ശരിക്കും നിങ്ങൾക്കിപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണെന്ന് അറിയുമ്പോൾ സന്തോഷമാണോ അതോ സങ്കടമാണോ ഉണ്ടാവാറുള്ളത്? ചെറിയൊരു മടി എന്തായാലും ഉണ്ടാവും. കാരണം ഇപ്പോൾ വീട്ടിൽ 2 മാസം ഇങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പോൾ സ്കൂളൊക്കെ പോകണം, രാവിലെ എണീറ്റ് നേരത്തെ പോകണം, ഈവനിങ് വരണം, അതൊരു റിസ്ക് തന്നെയാണ്. എന്നാലും ചില കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുന്നത് ഇഷ്ടമുള്ള കുട്ടികളുണ്ടല്ലോ. ഇപ്പോൾ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ഏത് ടൈപ്പാണ്? സ്കൂളിൽ പോകാൻ താല്പര്യമാണോ അതോ കുറച്ച് മടിയുള്ള ടൈപ്പൊക്കെയാണോ? നമ്മുടെ സ്കെയിലിൻ്റെ പരിപാടി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ ഉള്ളിൽ വരയ്ക്കാം. ഞാൻ ആദ്യം ഒരു ഹേർട്ട് വരച്ചു. ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല, അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ലൈനും കൂടെ വരച്ചു കൊടുത്തു. പിന്നെ അത് കട്ട് ചെയ്തു. അങ്ങനെ സ്കെയിലൊക്കെ സെറ്റായിട്ടുണ്ട്. അത്യാവശ്യം നല്ല കട്ടി വരുന്നുണ്ട്, കാരണം നമ്മൾ ഐവറി ഷീറ്റ് 2 എണ്ണമാക്കി മടക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതാണ് സ്കെയിൽ വരുന്നത്. അപ്പോൾ സ്കെയിൽ എങ്ങനെയുണ്ട് ഗൈസ്? നെക്സ്റ്റ് നമ്മൾ കീ ചെയിൻ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ട് റിബൺ യൂസ് ചെയ്തിട്ടാണ് ഞാനിതിൽ കീ ചെയിൻ ചെയ്യുന്നത്. ഇതിന് നമുക്ക് ഒട്ടും ടൈം വരുന്ന ഒരു 5 മിനിറ്റ് പോലും തികച്ച് നമുക്ക് ആവശ്യമില്ല. ഇതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ള ആ ഒരു പ്രോസസ്സ് കൃത്യമായിട്ട് ചെയ്താൽ മതി. ആസ് യൂഷ്വൽ ഫസ്റ്റ് ഞാൻ ചെയ്തു, കൊളായിപ്പോയി. പിന്നെ രണ്ടാമത് എടുത്തിട്ട് രണ്ടാമതൊന്നും കൂടെ അതേപോലെ ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ സെറ്റായി. ഇപ്പോൾ വേണമെങ്കിൽ ഈ ഒരു റിബണിന് നമുക്ക് കുറച്ച് ഡെക്കറേഷനൊക്കെ ആഡ് ചെയ്യാം. അതായത് കുറച്ച് മുത്തൊക്കെ താഴെ വെച്ചിട്ട് അങ്ങനെ കുറച്ചും കൂടെ ക്യൂട്ടാക്കാനൊക്കെ നമുക്ക് പറ്റും. അങ്ങനെ റിബണിൻ്റെ പണി ഇത്രയേ ഉള്ളൂ. റിബണൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ബോയാക്കി സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. എക്സസ് ആയിട്ട് വരുന്ന ബാക്കി താഴെ വരുന്ന അതൊക്കെ നമ്മൾ ആ കറക്റ്റ് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നമ്മൾ ബോ ഒക്കെ റെഡിയായി കിട്ടും. ഞാൻ ഇതിന് മുന്നേ ഈ ഒരു റിബൺ വെച്ചിട്ട് ഒരു കീ ചെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പിങ്ക് ഷെയ്ഡിലാണ് ചെയ്തത്, അതാണ് ഇത്. ദെൻ നമ്മൾ ചെയ്യാൻ ഇനി പോകുന്നത് ബുക്ക് മാർക്കാണ്. ഞാൻ പേപ്പർ വെച്ചിട്ടാണ് ബുക്ക് മാർക്ക് എടുക്കുന്നത്. ഇത് ഞാൻ A4 ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു ബുക്ക് മാർക്ക് ഞാൻ ഒരു ബട്ടർഫ്ലൈ തീമിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ അത് കണ്ടിട്ടുണ്ടാവും എന്തായാലും. പിന്നെ ഈ ഒരു ബുക്ക് മാർക്ക് ക്യൂട്ടും എസ്തെറ്റിക്കും അങ്ങനെയൊന്നുമല്ല, ഒരു ചെറിയ രീതിയിലൊരു ഹൊററൊന്നല്ല, എന്നാലും ആ ഒരു തീമിൽ വരുന്ന ഒരു ബട്ടർഫ്ലൈ ആണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് ഈ ബ്ലാക്കും റെഡൊക്കെ മിക്സ് ആയിട്ട് വരുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ലൈൻ ഇതുപോലെ വരച്ച് കൊടുത്തിട്ട് അതിൻ്റെ സൈഡിൽ ബട്ടർഫ്ലൈൻ്റെ ആ ഒരു ചിറകൊന്ന് വരച്ച് കൊടുക്കുക. 2 സൈഡും ഒരേപോലെ ഒരേ ഷേപ്പിൽ വേണം വരച്ച് കൊടുക്കാനായിട്ട്. രണ്ടും ഒരേ ഷേപ്പിൽ കിട്ടാൻ നിങ്ങൾക്ക് റിസ്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു പേപ്പറിൽ വരച്ചിട്ട് അത് പിന്നെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് കോപ്പി ചെയ്ത് വരച്ചാലും മതി. എന്നിട്ട് ഞാൻ ബ്ലാക്ക് കളർ വെച്ച് ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലൂടെ ഇതുപോലെ കട്ടിയിൽ കുറച്ച് എന്തൊക്കെയോ അവിടെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നൊക്കെ കിടക്കുന്ന പോലെയൊക്കെ വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ചിങ്ങനെ ലൈന് കാര്യങ്ങൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ആ ഒരു ബട്ടർഫ്ലൈൻ്റെ ഒരു എന്താ പറയുക, ചിറകാണ് എന്ന ഒരു ഒറിജിനാലിറ്റി കിട്ടണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് പെന്ന് വെച്ചിട്ട് തന്നെ ഞാനിങ്ങനെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഞാനിതൊരു ക്യൂട്ട് അങ്ങനെ ഒരു തീമല്ല ഞാൻ ഉദ്ദേശിച്ചത്. കുറച്ചൊരു റെഡ് ബ്ലാക്ക് എന്താ പറയുക, ഈ ഡ്രാക്കുളയൊക്കെ അല്ലേ, അങ്ങനെ ഒരു ലെവലിലുള്ളൊരു ബട്ടർഫ്ലൈ ആണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എപ്പോഴും ഇങ്ങനെ ക്യൂട്ടായാൽ പോരല്ലോ, കുറച്ചൊക്കെ ഒന്ന് മാറ്റി പിടിക്കണ്ടേ, അതിനാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള കളറൊക്കെ അടിച്ചു കൊടുക്കട്ടെ. ഞാനിതൊരു ബ്ലാക്ക് റെഡ് ആ ഒരു കോംബോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതെൻ്റെ മൈൻഡിൽ കുറേ കാലമായിട്ട് ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു തീമാണ്. അപ്പോൾ പിന്നെ ഇന്നങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ആ ഒരു ബുക്ക് മാർക്കിൻ്റെ ഉള്ളിലും പാടെ ഞാൻ ഇങ്ങനെ ഒരു ലൈൻ ആ സംഭവമല്ലേ, അതും കൂടെ ഞാൻ വരച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കളർ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. കളറിന് ഞാൻ സ്കെച്ച് പെന്ന് യൂസ് ചെയ്തിട്ടാണ് ഉള്ളിലുള്ള ആ ഒരു ലൈനിന് ഞാൻ കളർ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേ സ്കെച്ച് പെന്ന് യൂസ് ചെയ്തിട്ട് ആ ഒരു ചിറകിന് കളർ ചെയ്യാൻ നിന്നാൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൊടുത്ത ആ ഒരു ബ്ലാക്ക് ഷെയ്ഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മിസ്സായി പോകും. അപ്പോൾ അതുകൊണ്ട് ഉള്ളിൽ ആ ഒരു ഫെദറിനൊക്കെ ഞാൻ ക്രയോൺ യൂസ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ക്രയോൺ ആകുമ്പോൾ നമുക്ക് അത്ര ഫെയ്ഡായി പോകുന്നില്ല ആ ഒരു ബ്ലാക്ക്. കുറേ സംസാരിച്ചിട്ട് ഞാൻ കുഴങ്ങിപ്പോയി. ക്യൂട്ട്നെസ് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു ഡബിൾ തീമിൻ്റെ ഒരു സംഭവമാണ് ചെയ്തു എന്നുള്ളത്. ഒരു വെറൈറ്റി ഒക്കെ ആവാലോ അല്ലേ.
ഇതെന്തത് വീഡിയോ ക്ലിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും തലയിരിഞ്ഞ് പോയിട്ടുണ്ട്. ഇത് അങ്ങോട്ടും ഇട്ടുകണ്, ഇത് ഇങ്ങോട്ടും ഇട്ടു. ഇനി എനിക്ക് വയ്യത് മാറ്റിയിടാൻ. എന്തായാലും സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? എന്തായാലും ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു പെന്ന് വെച്ചിട്ടുള്ള ഇങ്ങനെ ഒരു ഷെയ്ഡിങ് ഇല്ലേ, അത് തല തിരിഞ്ഞ് പോയതാണ്. ഷെയ്ഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ക്രയോൺ വെച്ചിട്ട് അതിന് ഞാൻ റെഡ് കളർ അടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ചെയ്തു വന്നപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ആ ഒരു തീമിലോട്ട് എത്തിയത് കൊണ്ട് എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഇതാണ് വരുന്നത്. ഇതെന്തായാലും ഒരു ഡെവിളിൻ്റെ തീമൊക്കെ അല്ലേ, മാത്സിനൊക്കെ വെച്ച് കൊടുക്കാം. ഞാനാണ് അന്ന് ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇതൊക്കെ മാത്സിന് ഇട്ട് കൊടുത്തു. ബിക്കോസ് എനിക്ക് മാത്സ് ഒട്ടും ഇഷ്ടമല്ല. ബുക്കൊന്നും തപ്പിയിട്ട് കിട്ടിയില്ല. അപ്പോൾ ഒരു നോട്ട് ബുക്ക് ഉണ്ടായിരുന്നു, അതിൽ വെച്ചിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഓക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞാനൊരു നോട്ട് പാഡ്, പൗച്ച് ഇതൊക്കെ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലോങ് ആയി പോകുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ ആഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യുക.